3 ദിവസം നീണ്ട അന്താരാഷ്ട്ര ആയുഷ് കോൺഫറൻസിനും പ്രദർശനത്തിനും ദുബായിൽ കൊടിയിറങ്ങി 30-ലേറെ രാജ്യങ്ങളിൽ നിന്നുള്ള വിദഗ്ധരും 100-ലേറെ സ്ഥാപനങ്ങളും മേളയിൽ സംബന്ധിച്ചു. ആയുർവേദം, യോഗ, യുനാനി, സിദ്ധ, ഹോമിയോപ്പതി ഉൾപ്പെടെയുള്ള സമാന്തര ചികിത്സാ രീതികൾ, സാംക്രമേതര രോഗങ്ങൾക്കുള്ള പ്രതിവിധിയും പ്രതിരോധവുമെന്ന പ്രമേയത്തിലായിരുന്നു സമ്മേളനം സംഘടിപ്പിക്കപ്പെട്ടത്. കേന്ദ്ര ആയുഷ് മന്ത്രാലയത്തിന്റെ പിന്തുണയോടെ UAE ആസ്ഥാനമായ സയൻസ് ഇന്ത്യ ഫോറവും വേൾഡ് ആയുർവേദ ഫൗണ്ടേഷനും സംയുക്തമായാണ് 3 ദിവസം നീണ്ട അന്താരാഷ്ട്ര ആയുഷ് സമ്മേളനം സംഘടിപ്പിച്ചത്. 30-ലേറെ രാജ്യങ്ങളിൽ നിന്നുള്ള വിദഗ്ധർ വിവിധ വിഷയങ്ങളെ അധികരിച്ചുള്ള സെമിനാറുകളിലും ചർച്ചകളിലും പങ്കെടുത്തു. ഇന്ത്യ, UAE, യൂറോപ്പ്, US ഉൾപ്പെടെ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള സ്ഥാപനങ്ങൾ മേളയുടെ ഭാഗമായുള്ള പ്രദർശനത്തിൽ പങ്കെടുത്തു. യോഗ, കളരിപ്പയറ്റ് എന്നിവയുടെ തത്സമയ പ്രദർശനവും ബോധവൽക്കരണ പരിപാടികളും പൊതുജനങ്ങൾക്കായി ഒരുക്കിയിരുന്നു. ആയുർവേദം, യോഗ, സിദ്ധ, ഹോമിയോപ്പതി, യുനാനി എന്നീ ആരോഗ്യ ശാസ്ത്ര ശാഖകളുമായി ബന്ധപ്പെട്ട വിവിധ കണ്ടെത്തലുകളും ആശയങ്ങളും മേളയിൽ അവതരിപ്പിച്ചു. സമാന്തര ചികിത്സാ രീതികൾക്ക് ലോകമെമ്പാടും സ്വീകാര്യത വർദ്ധിച്ചുവരുന്ന സാഹചര്യത്തിൽ നടന്ന ആയുഷ് സമ്മേളനത്തിന് പ്രസക്തിയേറെയാണെന്ന് പരിപാടിയിൽ പങ്കെടുത്തവർ ചൂണ്ടിക്കാട്ടി. നല്ല പാർട്ടിസിപ്പേഷൻ ഉണ്ട്. എവരിബഡി ഈസ് അപ്രീഷിയേറ്റിംഗ് അവർ എഫേർട്സ് ആൻഡ് ദിസ് വിൽ മേക്ക് എ ഹിസ്റ്ററി. 20,000-ലേറെ സന്ദർശകർ പ്രദർശനം കാണാനെത്തിയെന്നാണ് കണക്ക്. 28 പ്ലീനറി സെഷനുകളിൽ 300-ലേറെ പ്രബന്ധങ്ങൾ അവതരിപ്പിച്ചു. സാംക്രമികേതര രോഗങ്ങൾക്ക് ആയുഷ് ചികിത്സാ മാർഗങ്ങളിലൂടെ പ്രതിവിധിയും പ്രതിരോധവും എന്ന പ്രമേയത്തിലായിരുന്നു സമ്മേളനം നടന്നത്. സമാപന സമ്മേളനത്തിൽ ദുബായ് ഇന്ത്യൻ കോൺസുലേറ്റിലെ മാധ്യമ വിഭാഗം കോൺസുൽ താഡു മാമു, സയൻസ് ഇന്ത്യ ഫോറം രക്ഷാധികാരി സിദ്ധാർത്ഥ് ബാലചന്ദ്രൻ, ദുബായ് യൂണിവേഴ്സിറ്റി പ്രസിഡന്റ് ഡോക്ടർ ഈസ ബസ്താക്കി, ദുബായ് ഹെൽത്ത് അതോറിറ്റി പ്രതിനിധി ഡോക്ടർ സസാൻ ബഹജത്ത്, വിജ്ഞാൻ ഭാരതി ഓർഗനൈസിംഗ് സെക്രട്ടറി ഡോക്ടർ ശിവകുമാർ ശർമ്മ, സയൻസ് ഇന്ത്യ ഫോറം ഉപദേശകൻ AR മോഹൻ, ഡോക്ടർ VL ശ്യാം, ഡോക്ടർ സുഭാഷ് നായർ എന്നിവർ സംബന്ധിച്ചു. ശ്രീരാജ് കൈമൾ, അമൃത ന്യൂസ്, ദുബായ്.